സുഹൃത്തുക്കളെ, വീക്കിലി കറണ്ട് അഫയേഴ്സിൻ്റെ 9ാമത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ആഴ്ച പഠിച്ചിരുന്ന ആനുകാലികങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കാം. രാജ്യത്തെ ആദ്യത്തെ കോവിഡ് വാക്സിൻ സ്വീകരിച്ച വ്യക്തി മനീഷ് കുമാർ. ഇന്ത്യയിലെ ആദ്യത്തെ കോവിഡ് വാക്സിൻ സ്വീകരിച്ച വ്യക്തി മനീഷ് കുമാർ. ഭിന്നലിംഗക്കാർക്ക് ID കാർഡ് നൽകിയ ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല ഭോപ്പാൽ, മധ്യപ്രദേശിലെ ഭോപ്പാൽ. സംസ്ഥാന സഹകരണ യൂണിയൻ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടതാര്? കോലിയക്കോട് N കൃഷ്ണൻ നായർ. ആരുടെ ജന്മദിനമാണ് ജനുവരി 23 ഇന്ത്യയിൽ പരാക്രം ദിവസ് ആയി ആചരിക്കാൻ തീരുമാനിച്ചത്? സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യയിലെ ആദ്യത്തെ ലേബർ മൂവ്മെൻറ്റ് മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെ? ആലപ്പുഴ. US നിന്ന് ഇന്ത്യയിലേക്ക് വിമാനം നിർത്താതെ പറത്തി റെക്കോർഡിട്ട എയർ ഇന്ത്യയിലെ 4 വനിതാ പൈലറ്റുമാർ ആരെല്ലാം? സോയ അഗർവാൾ, പാപഗിരി തന്മയി, ആകാംക്ഷ സോനാവീർ, ശിവാനി മനാസ്. ഇവരാണ് ആ 4 വനിതകൾ. ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനാഘോഷ പരേഡിൽ പങ്കെടുക്കുന്ന ആദ്യത്തെ വനിതാ പൈലറ്റ് ആര്? ഭാവന കാന്ത്. ഇന്ത്യയിൽ വോട്ടിംഗ് രേഖപ്പെടുത്തിയ ആദ്യത്തെ സംസ്ഥാന നിയമസഭ ഏത്? കേരളം. കേരളത്തിന് ആദ്യമായി കോവിഡ് വാക്സിൻ സ്വീകരിച്ച വ്യക്തി ആര്? ഡോക്ടർ റംല ബീവി. 2021 G7 ഉച്ചകോടിയുടെ വേദി എവിടെ? ബ്രിട്ടൻ. 2021 ഇന്ത്യൻ വ്യോമസേനയും ഫ്രഞ്ച് എയർ ആൻഡ് സ്പേസ് ഫോഴ്സും സംയുക്തമായി നടത്തുന്ന വ്യോമാഭ്യാസമാണ് ഡെസേർട്ട് നൈറ്റ് 21. ഗുജറാത്ത് ഗവൺമെൻറ് ഡ്രാഗൺ ഫ്രൂട്ടിന് നിർദ്ദേശിച്ച പുതിയ പേരെന്ത്? കമലം. അടുത്തിടെ DRDOയും CRPFും സംയുക്തമായി വികസിപ്പിച്ച ബൈക്ക് ആംബുലൻസ് ഏത്? രക്ഷിത. 2021 ഓപ്പൺ സ്കൈ ട്രീറ്റിയിൽ നിന്ന് പിന്മാറിയ രാജ്യമേത്? റഷ്യ. 2021 ജനുവരിയിൽ ഫിലോമിന ചുഴലിക്കാറ്റ് നാശം വിതച്ച രാജ്യമേത്? സ്പെയിൻ. അപ്പോൾ നമുക്ക് ഈ ആഴ്ചയിലെ പുതിയ ആനുകാലികങ്ങൾ ഒന്ന് പഠിക്കാം. 2021 ജനുവരിയിൽ പന്തളം കേരളവർമ്മ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായതാര്? ശ്രീകുമാരൻ തമ്പി. അപ്പോൾ 2021 ജനുവരിയിൽ പന്തളം കേരളവർമ്മ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ശ്രീകുമാരൻ തമ്പി. കേരളത്തിലെ ഏറ്റവും വലിയ സൗരോർജ്ജ ഉൽപ്പാദക ജില്ലയാകുന്നത് ഏത് ജില്ലയാണ്? കാസർഗോഡ്. കേരളത്തിലെ ഏറ്റവും വലിയ സൗരോർജ്ജ ഉൽപ്പാദക ജില്ലയാകുന്നത് കാസർഗോഡ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റോഡ് ആർച്ച് ബ്രിഡ്ജ് ആരംഭിച്ച സംസ്ഥാനമേത്? മേഘാലയ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റോഡ് ആർച്ച് ബ്രിഡ്ജ് ആരംഭിച്ച സംസ്ഥാനം മേഘാലയ. സംസ്ഥാന സർക്കാരിൻ്റെ ഫോണിൻ്റെ ആദ്യത്തെ ഇൻ്റർനെറ്റ് ഇടനാഴി ഏതാണ്? തിരുവനന്തപുരം, പാലക്കാട്. സംസ്ഥാന സർക്കാരിൻ്റെ ഫോണിൻ്റെ ആദ്യത്തെ ഇൻ്റർനെറ്റ് ഇടനാഴി തിരുവനന്തപുരം, പാലക്കാട്. ഫോൺ എന്നത് കേരള ഫൈബർ ഒപ്റ്റിക്സ് നെറ്റ്വർക്ക് എന്നതിൻ്റെ ചുരുക്കെഴുത്താണ് ഫോൺ, കേരള ഫൈബർ ഒപ്റ്റിക്സ് നെറ്റ്വർക്ക്. അപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഫോണിൻ്റെ ആദ്യത്തെ ഇൻ്റർനെറ്റ് ഇടനാഴി എന്നറിയപ്പെടുന്നത് തിരുവനന്തപുരം, പാലക്കാട്. ഇന്ത്യയിലെ ആദ്യത്തെ കോസ്റ്റൽ റോവിംഗ് അക്കാദമി നിലവിൽ വരുന്നത് എവിടെ? ആലപ്പുഴ. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കോസ്റ്റൽ റോവിംഗ് അക്കാദമി നിലവിൽ വരുന്നത് ആലപ്പുഴ. 2021 പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ച മലയാളി ഗായികയാര്? KS ചിത്ര. 2021 പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ച മലയാളി ഗായിക KS ചിത്ര. ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനങ്ങളെ അടിസ്ഥാനമാക്കി നോട്ട് മെനി ബട്ട് വൺ എന്ന പുസ്തകം രചിച്ചത് ആര്? പ്രൊഫസർ GK ശശിധരൻ. ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനങ്ങളെ അടിസ്ഥാനമാക്കി നോട്ട് മെനി ബട്ട് വൺ എന്ന പുസ്തകം രചിച്ചത് പ്രൊഫസർ GK ശശിധരൻ. MK സാനു ഗുരുപ്രസാദ പുരസ്കാരം നേടിയതാര്? KG ജോർജ്. MK സാനു ഗുരുപ്രസാദ പുരസ്കാരം നേടിയത് KG ജോർജ്. ഇന്ത്യയിൽ ജയിൽ ടൂറിസം ആരംഭിക്കാൻ തീരുമാനിച്ച സംസ്ഥാനമേത്? മഹാരാഷ്ട്ര. ഇന്ത്യയിൽ ജയിൽ ടൂറിസം ആരംഭിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം മഹാരാഷ്ട്ര. ഇന്ത്യൻ കരസേന, നാവികസേന, വ്യോമസേന, കോസ്റ്റ് ഗാർഡ് എന്നിവ സംയുക്തമായി സംഘടിപ്പിക്കുന്ന സൈനികാഭ്യാസം ഏത് പേരിൽ അറിയപ്പെടുന്നു? എക്സർസൈസ് കവച്. ഇന്ത്യൻ കരസേന, നാവികസേന, വ്യോമസേന, കോസ്റ്റ് ഗാർഡ് എന്നിവ സംയുക്തമായി സംഘടിപ്പിക്കുന്ന സൈനിക അഭ്യാസമാണ് എക്സർസൈസ് കവച്. KSRTC പുതിയതായി ആരംഭിക്കുന്ന കമ്പനിയുടെ പേരെന്ത്? K-Swift. KSRTC പുതുതായി ആരംഭിക്കുന്ന കമ്പനിയുടെ പേര് K-Swift. K-Swift എന്നത് ഒരു ചുരുക്കെഴുത്താണ്. അതായത് കേരള സിംഗിൾ വിൻഡോ ഇൻ്റർഫേസ് ഫോർ ഫാസ്റ്റ് ആൻഡ് ട്രാൻസ്പെറൻറ്റ് ക്ലിയറൻസ് എന്നുള്ളതിൻ്റെ ചുരുക്കെഴുത്താണ് K-Swift.
കേരള സിംഗിൾ വിൻഡോ ഇൻ്റർഫേസ് ഫോർ ഫാസ്റ്റ് ആൻഡ് ട്രാൻസ്പെറൻറ്റ് ക്ലിയറൻസ്. അപ്പോൾ KSRTC പുതുതായി ആരംഭിക്കുന്ന കമ്പനിയുടെ പേരാണ് കെ സ്വിഫ്റ്റ്. കേരള സർക്കാരിൻ്റെ കർഷകോത്തമ പുരസ്കാര ജേതാവ് ആര്? ഇത്തവണത്തെ കേരള സർക്കാരിൻ്റെ കർഷകോത്തമ പുരസ്കാര ജേതാവ് ആര്? PB അനീഷ്. അപ്പോൾ ഇത്തവണത്തെ കേരള സർക്കാരിൻ്റെ കർഷകോത്തമ പുരസ്കാരത്തിൻ്റെ ജേതാവ് PB അനീഷ്. അപ്പോൾ നമുക്ക് ഇതുവരെ പഠിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കാം. 2021 ജനുവരിയിൽ പന്തളം കേരളവർമ്മ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായതാര്? ശ്രീകുമാരൻ തമ്പി. കേരളത്തിലെ ഏറ്റവും വലിയ സൗരോർജ്ജ ഉൽപ്പാദക ജില്ലയാകുന്നത് ഏത്? കാസർഗോഡ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റോഡ് ആർച്ച് ബ്രിഡ്ജ് ആരംഭിച്ച സംസ്ഥാനം ഏത്? മേഘാലയ. സംസ്ഥാന സർക്കാരിൻ്റെ ഫോണിൻ്റെ ആദ്യത്തെ ഇൻ്റർനെറ്റ് ഇടനാഴി ഏത്? തിരുവനന്തപുരം, പാലക്കാട്. ഇന്ത്യയിലെ ആദ്യ കോസ്റ്റൽ റോവിംഗ് അക്കാദമി നിലവിൽ വരുന്നത് എവിടെ? ഇന്ത്യയിൽ തന്നെയാണ് ആദ്യത്തെ കോസ്റ്റൽ റോവിംഗ് അക്കാദമി നിലവിൽ വരുന്നത്, ആലപ്പുഴ. 2021 പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ച മലയാളി ഗായികയാര്? KS ചിത്ര. ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനങ്ങളെ അടിസ്ഥാനമാക്കി നോട്ട് മെനി ബട്ട് വൺ എന്ന പുസ്തകം രചിച്ചത് പ്രൊഫസർ GK ശശിധരൻ. MK സാനു ഗുരുപ്രസാദ പുരസ്കാരം നേടിയതാര്? KG ജോർജ്. ഇന്ത്യയിൽ ജയിൽ ടൂറിസം ആരംഭിക്കാൻ തീരുമാനിച്ച സംസ്ഥാനമേത്? മഹാരാഷ്ട്ര. ഇന്ത്യൻ കരസേന, നാവികസേന, വ്യോമസേന, കോസ്റ്റ് ഗാർഡ് എന്നിവ സംയുക്തമായി സംഘടിപ്പിക്കുന്ന സൈനിക അഭ്യാസം ഏത് പേരിൽ അറിയപ്പെടുന്നു? എക്സർസൈസ് കവച്. KSRTC പുതുതായി ആരംഭിക്കുന്ന കമ്പനിയുടെ പേരെന്ത്? കെ സ്വിഫ്റ്റ്. അതായത് കേരള സിംഗിൾ വിൻഡോ ഇൻ്റർഫേസ് ഫോർ ഫാസ്റ്റ് ആൻഡ് ട്രാൻസ്പെറൻറ്റ് ക്ലിയറൻസ് എന്നതിൻ്റെ ചുരുക്കെഴുത്താണ് കെ സ്വിഫ്റ്റ്. കേരള സർക്കാരിൻ്റെ കർഷകോത്തമ പുരസ്കാര ജേതാവ്? ഇത്തവണത്തെ കേരള സർക്കാരിൻ്റെ കർഷകോത്തമ പുരസ്കാര ജേതാവ് PB അനീഷ്. കുറച്ച് ചോദ്യങ്ങൾ കൂടെ പഠിക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ വൈറ്റ് ക്രൊക്കഡൈൽ പാർക്ക് ആരംഭിച്ചത്, അതായത് വെള്ള മുതല പാർക്ക് ആരംഭിച്ചത് എവിടെ? ഒഡീഷ. ലോകത്തിലെ ഏറ്റവും വലിയ വൈറ്റ് ക്രൊക്കഡൈൽ പാർക്ക് ആരംഭിച്ചത് ഒഡീഷ. 2021 സർവീസ് ആരംഭിച്ച ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ചരക്ക് തീവണ്ടി ഏത്? വാസുകി. 2021 സർവീസ് ആരംഭിച്ച ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ ചരക്ക് തീവണ്ടിയാണ് വാസുകി. ഇന്ത്യയിൽ ഇലക്ഷൻ കമ്മീഷൻ പുറത്തിറക്കിയ ഡിജിറ്റൽ വോട്ടേഴ്സ് ID കാർഡ് ഏത് പേരിൽ അറിയപ്പെടുന്നു? എപ്പിക്. ഇന്ത്യയിൽ ഇലക്ഷൻ കമ്മീഷൻ പുറത്തിറക്കിയ, കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ പുറത്തിറക്കിയ ഡിജിറ്റൽ വോട്ടേഴ്സ് ID കാർഡ് എപ്പിക്. ഇന്ത്യയിലെ ആദ്യത്തെ ബോട്ട് ലൈബ്രറി ആരംഭിച്ച നഗരം? കൊൽക്കത്ത. ഇന്ത്യയിലെ ആദ്യത്തെ ബോട്ട് ലൈബ്രറി ആരംഭിച്ച നഗരം കൊൽക്കത്ത. 2021 UN കാലാവസ്ഥാ ഉച്ചകോടിയുടെ വേദി എവിടെ? ഗ്ലാസ്ഗോ, സ്കോട്ട്ലാൻഡ്. 2021 UN കാലാവസ്ഥാ ഉച്ചകോടിയുടെ വേദി സ്കോട്ട്ലാൻഡിലെ ഗ്ലാസ്ഗോയിൽ. ഇന്ത്യയിലെ ആദ്യത്തെ പ്രതിരോധ വ്യവസായ പാർക്ക് നിലവിൽ വരുന്നത് എവിടെ? പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ പ്രതിരോധ വ്യവസായ പാർക്ക് നിലവിൽ വരുന്നത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്ത്. ഇന്ത്യയിൽ ആദ്യമായി ഇഗ്ലു കഫേ ആരംഭിച്ചത് എവിടെയാണ്? ഗുൽമാർഗ്, ജമ്മു കാശ്മീർ. ഇന്ത്യയിൽ ആദ്യമായി ഇഗ്ലു കഫേ ആരംഭിച്ചത് ജമ്മു കാശ്മീരിലെ ഗുൽമാർഗിൽ. ഡെസേർട്ട് നൈറ്റ് 21 ഏതൊക്കെ രാജ്യങ്ങൾ നടത്തിയ സൈനികാഭ്യാസമാണ്? ഇന്ത്യ, ഫ്രാൻസ്. ഡെസേർട്ട് നൈറ്റ് 21 എന്നത് ഏതൊക്കെ രാജ്യങ്ങൾ നടത്തിയ സൈനികാഭ്യാസമാണ്? ഇന്ത്യ, ഫ്രാൻസ്. അപ്പോൾ നമുക്കതൊന്ന് റിപ്പീറ്റ് ചെയ്യാം. ലോകത്തിലെ ഏറ്റവും വലിയ വൈറ്റ് ക്രൊക്കഡൈൽ പാർക്ക് ആരംഭിച്ചത് ഒഡീഷയിൽ. 2021 സർവീസ് ആരംഭിച്ച ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ചരക്ക് തീവണ്ടി വാസുകി. ഇന്ത്യയിൽ ഇലക്ഷൻ കമ്മീഷൻ പുറത്തിറക്കിയ ഡിജിറ്റൽ വോട്ടേഴ്സ് ID കാർഡ് ഏത് പേരിൽ അറിയപ്പെടുന്നു? എപ്പിക്. ഇന്ത്യയിലെ ആദ്യത്തെ ബോട്ട് ലൈബ്രറി ആരംഭിച്ച നഗരം? കൊൽക്കത്ത. 2021 UN കാലാവസ്ഥാ ഉച്ചകോടിയുടെ വേദി? സ്കോട്ട്ലാൻഡിലെ ഗ്ലാസ്ഗോ. ഇന്ത്യയിലെ ആദ്യത്തെ പ്രതിരോധ വ്യവസായ പാർക്ക് നിലവിൽ വരുന്നത് എവിടെ? പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം. ഇന്ത്യയിൽ ആദ്യമായി ഇഗ്ലു കഫേ ആരംഭിച്ചത് എവിടെ? ജമ്മു കാശ്മീരിലെ ഗുൽമാർഗിൽ. ഡെസേർട്ട് നൈറ്റ് 21 ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിൽ നടത്തിയ സൈനിക അഭ്യാസമാണ്? ഇന്ത്യ, ഫ്രാൻസ്. ഇപ്പോൾ നമുക്ക് ഇന്ന് പഠിച്ച ചോദ്യങ്ങളൊന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കാം. 2021 ജനുവരിയിൽ പന്തളം കേരളവർമ്മ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായതാര്? ശ്രീകുമാരൻ തമ്പി. കേരളത്തിലെ ഏറ്റവും വലിയ സൗരോർജ്ജ ഉൽപ്പാദക ജില്ലയാകുന്നത് ഏത്? കാസർഗോഡ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റോഡ് ആർച്ച് ബ്രിഡ്ജ് ആരംഭിച്ച സംസ്ഥാനം? മേഘാലയ. സംസ്ഥാന സർക്കാരിൻ്റെ ഫോണിൻ്റെ ആദ്യത്തെ ഇൻ്റർനെറ്റ് ഇടനാഴി ഏത്? തിരുവനന്തപുരം, പാലക്കാട്. ഇന്ത്യയിലെ ആദ്യത്തെ കോസ്റ്റൽ റോവിംഗ് അക്കാദമി നിലവിൽ വരുന്നത് എവിടെ? ആലപ്പുഴ.
2021 പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ച മലയാളി ഗായികയാര്? KS ചിത്ര. ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനങ്ങളെ അടിസ്ഥാനമാക്കി നോട്ട് മെനി ബട്ട് വൺ എന്ന പുസ്തകം രചിച്ചതാര്? പ്രൊഫസർ GK ശശിധരൻ. MK സാനു ഗുരുപ്രസാദ പുരസ്കാരം നേടിയതാര്? KG ജോർജ്. ഇന്ത്യയിൽ ജയിൽ ടൂറിസം ആരംഭിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം? മഹാരാഷ്ട്ര. ഇന്ത്യൻ കരസേന, നാവികസേന, വ്യോമസേന, കോസ്റ്റ് ഗാർഡ് എന്നിവ സംയുക്തമായി സംഘടിപ്പിക്കുന്ന സൈനികാഭ്യാസമാണ് എക്സർസൈസ് കവച്. KSRTC പുതുതായി ആരംഭിക്കുന്ന കമ്പനിയുടെ പേരെന്ത്? K സ്വിഫ്റ്റ്, അതായത് കേരള സിംഗിൾ വിൻഡോ ഇൻ്റർഫേസ് ഫോർ ഫാസ്റ്റ് ആൻഡ് ട്രാൻസ്പെറൻറ്റ് ക്ലിയറൻസ്. കേരള സർക്കാരിൻ്റെ ഇത്തവണത്തെ കർഷകോത്തമ പുരസ്കാര ജേതാവാര്? PB അനീഷ്. ലോകത്തെ ഏറ്റവും വലിയ വൈറ്റ് ക്രൊക്കഡൈൽ പാർക്ക് ആരംഭിച്ചത് എവിടെ? ഒഡീഷ. 2021 സർവീസ് ആരംഭിച്ച ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ചരക്ക് തീവണ്ടി ഏത്? വാസുകി. ഇന്ത്യയിൽ ഇലക്ഷൻ കമ്മീഷൻ പുറത്തിറക്കിയ ഡിജിറ്റൽ വോട്ടേഴ്സ് ID കാർഡ് ഏത് പേരിലറിയപ്പെടുന്നു? എപ്പിക്. ഇന്ത്യയിലെ ആദ്യത്തെ ബോട്ട് ലൈബ്രറി ആരംഭിച്ച നഗരം? കൊൽക്കത്ത. 2021 UN കാലാവസ്ഥാ ഉച്ചകോടിയുടെ വേദി? സ്കോട്ട്ലാൻഡിലെ ഗ്ലാസ്ഗോ. ഇന്ത്യയിലെ ആദ്യത്തെ പ്രതിരോധ വ്യവസായ പാർക്ക് നിലവിൽ വരുന്നത് എവിടെ? പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം. ഇന്ത്യയിൽ ആദ്യമായി ഇഗ്ലു കഫേ ആരംഭിച്ചത് എവിടെ? ജമ്മു കാശ്മീരിലെ ഗുൽമാർഗിൽ. ഡെസേർട്ട് നൈറ്റ് 21 ഏതൊക്കെ രാജ്യങ്ങൾ നടത്തിയ സൈനികാഭ്യാസമാണ്? ഇന്ത്യ, ഫ്രാൻസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും അടുത്ത കുറച്ച് ചോദ്യങ്ങളുമായിട്ട് അടുത്ത ആഴ്ച കാണാം. അപ്പോൾ എല്ലാവരും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. എല്ലാവർക്കും വളരെ നന്ദി.